നമസ്കാരം സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് സാക്ഷി ടി വിയിൽ അതിഥിയായി എത്തുന്നത് കല്ലടത്തണ്ണി കണ്ണമ്പാറ പ്രദേശത്തെ പാറക്കോറി വിരുദ്ധ സമിതി സെക്രട്ടറി ശ്രീ ജിഷാദ് ആണ്. അദ്ദേഹം സാക്ഷിയുടെ പ്രേക്ഷകരോട് ഈ സമരത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഈ കല്ലടത്തണ്ണി കണ്ണമ്പാറ പ്രദേശത്തെ പാറക്കോറി സമരത്തിൻ്റെ സെക്രട്ടറി ആണല്ലോ? അതെ അതെ, ഞാൻ. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൻ്റെ ഇതുവരെയുള്ള വിജയപരാജയങ്ങളെക്കുറിച്ച് ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് പറയാമോ? ഞങ്ങൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ്, അതുപോലെ തന്നെ കളക്ടറുടെ മുൻപിലും, അതുപോലെ കണ്ണമ്പാറ പ്രദേശത്തും പോരേടം ഗണപതി തട മേഖലകളിലുമൊക്കെ ധാരാളം സമരപരിപാടികൾ, നിരാഹാര സത്യാഗ്രഹം, നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ പരിപാടികളെല്ലാം തന്നെ ജന പങ്കാളിത്തം വളരെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉണ്ട്, എല്ലാ സമരങ്ങളിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സമരത്തിൻ്റെ ഭാഗമായി വിവിധ ഓഫീസുകളിൽ ജിയോളജി വകുപ്പ്, റവന്യൂ വകുപ്പ്, അതുപോലെ മലിനീകരണ നിയന്ത്രണ ബോർഡ്, പഞ്ചായത്ത്, വില്ലേജ്, പോലീസ് സ്റ്റേഷൻ, വിവിധ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ നമ്മൾ പരാതികൾ സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒക്കെ നിരവധി അന്വേഷണങ്ങൾ ഈ പ്രദേശത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ധാരാളം പരാതികൾ ഈ കോറിക്കെതിരായിട്ടും ഇനി വരാൻ പോകുന്ന കോറികൾക്കെതിരായിട്ടും പഞ്ചായത്തിൽ നൽകിയിരുന്നു. അതിനൊന്നും തന്നെ യാതൊരുവിധ മറുപടിയും നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് അന്വേഷണം നടത്തിയെന്നോ എന്ത് റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നോ ഞങ്ങൾക്ക് ഇതുവരെയും മറുപടി തന്നിട്ടില്ല. അവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾ അവർക്കെതിരെ ജനപ്രതിനിധികൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ പൗരസമിതിക്കോ അല്ലെങ്കിൽ കോറി വിരുദ്ധ സമരസമിതിക്കോ ജനപ്രതിനിധികൾ പൈസ വാങ്ങി എന്നൊരു അഭിപ്രായമില്ല. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അവിടെ പറയുകയുണ്ടായി, പൈസ വാങ്ങിയത് ആരാണെന്നും ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പറയുകയുണ്ടായി. നമ്മൾ സമരസമിതിയുടെ ആവശ്യങ്ങൾ ഈ വാർഡ് ഗ്രാമസഭയിൽ ഉന്നയിക്കുകയും അവിടെ നടക്കുന്ന കോറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അവിടെ എല്ലാവരുടെയും മുൻപിൽ നമ്മൾ തെളിവുകൾ സഹിതം അവതരിപ്പിക്കുകയും ചെയ്തു. അവിടെ ഈ സ്റ്റേറ്റ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കൺസെൻറ്റ് പ്രകാരം അവർക്ക് 372 മെട്രിക് ടൺ പെർ ഡേ ആണ് അവരുടെ ഈ കൺസെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നും ദിവസം തോറും 150ഓളം ലോറികളിലാണ് ഇവിടെ നിന്നും പാറ ഖനനം ചെയ്തു കൊണ്ടുപോകുന്നത്. ഇത് പരിശോധിക്കണമെന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്നുമാണ് ഞങ്ങൾ അവിടെ ഗ്രാമസഭയിൽ ആവശ്യം മുന്നോട്ട് വച്ചത്. എന്നാൽ ഇതിനൊക്കെ മറുപടി പറയാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എഴുന്നേറ്റപ്പോൾ നമുക്കെതിരായിട്ട് സംസാരിക്കുകയാണ് ഗ്രാമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത്. പ്രസിഡന്റ് ഒരാരോപണം ഇന്നത്തെ ഗ്രാമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കോറി വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെ ഈ കോറിക്കാർക്ക് വസ്തു വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ജിഷാദിൻ്റെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ ഈ കോറിയുടെ ഇരകളാണ്. അവർ ആരും തന്നെ ഈ പറയപ്പെടുന്ന കോറിക്ക് വേണ്ടിയിട്ട് വസ്തുക്കൾ വിറ്റവരാരും തന്നെ നമ്മുടെ സമരസമിതിയിലില്ല. സാധാരണ പാവപ്പെട്ട ജനങ്ങളാണ് ഈ കോറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പണം വാങ്ങിയവർ എല്ലാവരും ഈ വസ്തുക്കൾ വിറ്റവർ എല്ലാം തന്നെ അവിടെ നിന്നും മാറി താമസിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കോറിയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഈ സമരസമിതിയുമായി മുന്നിൽ നിൽക്കുന്നവർ നേരിടേണ്ടി വരുന്നുണ്ട്.
പലതരത്തിലും ക്വാറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ കാശിന് വേണ്ടിയിട്ടാണ് ഈ സമരസമിതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് നാട്ടിലൊക്കെ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെയൊക്കെ ഈ ക്വാറിക്കാരുടെയൊക്കെ ഏജൻറ്റുമാരായി നിൽക്കുന്നത് തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവർ തന്നെയാണ്. ഇവിടെ ക്വാറിക്കാരുടെ ഏജൻറ്റുമാരുമായിട്ടൊക്കെ നിൽക്കുന്നതും വസ്തുക്കൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ക്വാറിയിൽ തന്നെ തൊഴിലാളികളെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ യൂണിയനിൽപ്പെട്ട കൺവീനർമാർ, അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പോലും അറിയാതെ അവിടെ ക്വാറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കുകയും കൺവീനർമാർ ഒപ്പിട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോയപ്പോൾ ക്വാറിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് കോടതിയിൽ നിന്നും അവർക്ക് കിട്ടിയത്. ഈ കൺവീനർമാർ ഒപ്പിട്ട് കൊടുത്തത് പ്രകാരം അവർക്ക് തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നേടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇന്നലെ വാർഡ് ഗ്രാമസഭയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പൈസ വാങ്ങിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് തന്നെ അറിയുള്ള കാര്യമാണല്ലോ ആരാണ് പൈസ വാങ്ങിയതെന്ന്. ആ ഒരു സംശയം മാത്രമേ ഞങ്ങൾക്കും ഇതിനോടനുബന്ധിച്ച് ചോദിക്കുവാനുള്ളൂ. ഇന്നലെ പോരേടം വാർഡ് ഗ്രാമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മറുപടി നൽകുവാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് തയ്യാറായിട്ടില്ല. ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ഞങ്ങൾ നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നുമൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് മറുപടിയായിട്ട് പറഞ്ഞത്. ഞങ്ങളാരെയും തെറ്റിദ്ധരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഈ ക്വാറി കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഇതിന് മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത്. അവർക്കറിയാം ഈ ക്വാറി വന്നാലുള്ള ഇവിടെ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് ജനങ്ങൾക്ക് അറിവുള്ളതാണ്. ഇപ്പോൾ ഒരു ക്വാറിയാണ് ഇവിടെ, നാറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ക്വാറി മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 5 അപേക്ഷകൾ തന്നെ ഈ ചുറ്റുവട്ടത്ത് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ചാപ്രായിൽ ഗ്രാനൈറ്റ്സ്, ഒന്ന് നാസർ എന്ന് പറയുന്ന പുള്ളി 2 സ്ഥലത്തായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ലക്ഷ്മണൻ, അതുപോലെ കരിമ്പാറയിൽ ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്ന ക്വാറി. അപ്പോൾ ഈ 5 or 6 ക്വാറികൾ ഇവിടെ പ്രവർത്തനം തുടങ്ങുകയാണെങ്കിൽ ഈ പ്രദേശം തന്നെ ദുരിതത്തിലാകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കാൻ പോകുന്നവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് ഈ സമരവുമായി മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ വാർഡ് ഗ്രാമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്, ഈ ക്വാറിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന നാറ്റ് ഇൻഡസ്ട്രീസിൽ ഒരു പഞ്ചായത്ത് തലത്തിലൊരു അന്വേഷണം നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടണമെന്നും അവിടെ നടക്കുന്ന നിയമലംഘനങ്ങൾ കണ്ടെത്തി അവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നുമാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. അതുപോലെ പഞ്ചായത്ത് തലത്തിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി പഞ്ചായത്ത് തലത്തിൽ ഇതുവരെയും രൂപീകരിച്ചിട്ടില്ല. ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് കഴിയും. എന്നാൽ ഇതുവരെയും ഈ പഞ്ചായത്ത് തലത്തിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല. ഈ ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഈ ഗ്രാമസഭയിൽ പറയുകയും ചെയ്തതാണ്. എന്നാൽ അതിനൊന്നും മറുപടി പറയുവാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനോടും ഭരണസമിതിയോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ നിരവധി പരാതികൾ പഞ്ചായത്തിൽ സമർപ്പിച്ചിരുന്നു. ഇതിനൊന്നും തന്നെ ഒരു തക്കതായ മറുപടിയോ ഒന്നും തന്നെ നമുക്ക് ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല. ഇതിലെന്ത് അന്വേഷണം നടത്തിയെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഗ്രാമസഭയിൽ ഞങ്ങളത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ മറുപടി പറയുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾ ഈ ക്വാറി സന്ദർശിക്കുകയും അവിടെ നടക്കുന്ന നിയമലംഘനങ്ങൾ, അനധികൃതമായിട്ട് പാറ ഖനനം ചെയ്യുന്നത് 372 മെട്രിക് ടൺ പെർ ഡേ എന്ന് സ്റ്റേറ്റ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കൺസെൻറ്റിൽ പറയുന്നുണ്ട്. അതിൽ പ്രകാരം അളവിൽ കൂടുതൽ പൊട്ടിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുക. അവിടുത്തെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടും ക്വാറിയിൽ നിന്നുള്ള ഉഗ്രസ്ഫോടനങ്ങളെ സംബന്ധിച്ചും റോഡുമായി ബന്ധപ്പെട്ടുള്ള 8 മീറ്റർ വീതിയിൽ റോഡില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ ഒരു അന്വേഷണം നടത്തി ഒരു വിശദമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കണമെന്ന് മാത്രമാണ് സമരസമിതിക്ക് വേണ്ടിയിട്ട് പറയുവാനുള്ളത്. കണ്ണമ്പാറ കല്ലടത്തണ്ണി പാറക്വാറി വിഷയവുമായി ബന്ധപ്പെട്ട് ക്വാറി വിരുദ്ധ സമരസമിതിയുടെ സെക്രട്ടറി ശ്രീ ജിഷാദാണ് സാക്ഷി ടി വിയോട് പ്രതികരിച്ചത്. വീണ്ടും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ
വരും ദിവസങ്ങളിൽ ഈ പാറക്കോറി വിരുദ്ധ സമിതിയുമായി സാക്ഷി TV ബന്ധപ്പെടുകയും ഇതിൻ്റെ മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഇതിൻ്റെ അടുത്ത സമര നടപടികളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതുമാണ്. ഇത്രയും നേരം പ്രതികരിച്ചതിന് സാക്ഷി TV നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.